ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 31 ശ്ലോകം 3. മഹാബലിയുടെ യാഗശാലയിലേക്ക് ബ്രഹ്മചാരി വേഷത്തിൽ വന്ന വാമനമൂർത്തി തനിക്ക് 3 അടി മണ്ണാണ് ദാനമായി വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ട മഹാബലിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് അടുത്ത 3-ാമത്തെ ശ്ലോകത്തിൽ. ഭഗവാൻ കാരുണ്യമൂർത്തിയാണ്. തൻ്റെ ഭക്തൻ്റെ, ഏറ്റവും വലിയ ഭക്തൻ്റെ, പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള മഹാബലിയുടെ മനസ്സിൽ അല്പം കളങ്കമുണ്ട്. അഹങ്കാരം, ഏറ്റവും വലിയ ദോഷമായിട്ടുള്ള അഹങ്കാരം അല്പം മഹാബലിയുടെ മനസ്സിലുണ്ട്. അതുകൂടി മാറ്റി ഏറ്റവും പരിശുദ്ധനാക്കണം, പ്രഹ്ലാദന് ചേർന്ന ആളാക്കണം എന്ന വിചാരത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ ഇവിടെ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. ഒപ്പം അസുരന്മാരുടെ കയ്യിൽ നിന്നും സ്വർഗം തിരിച്ച് ദേവന്മാർക്ക് വാങ്ങിക്കൊടുക്കുകയും വേണം. മഹാബലിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ കുലത്തിന് ചേർന്നത് തന്നെയാണ് എന്ന് ഭഗവാൻ അഭിനന്ദിച്ചു. അതിനുശേഷം ആണ് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ എന്ന്. വാസ്തവത്തിൽ മഹാബലിക്ക് മനസ്സിലായിട്ടില്ല ഇതാരാണ് വന്നിട്ടുള്ളത് എന്ന്. തേജസ്വിയായിട്ടുള്ള ഒരു ബ്രഹ്മചാരി എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. ഒപ്പം അഹങ്കാരം തലപൊക്കുകയും ചെയ്തു. അങ്ങനെ മഹാബലി പറയാണ്, അല്ലയോ ബ്രാഹ്മണ ബാല, ഞാൻ ആരാണെന്നാണ് തൻ്റെ വിചാരം? എൻ്റെ അടുത്ത്, ഇത്രയും വലിയ ചക്രവർത്തിയായിട്ടുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചെറിയ കാര്യം അതൊക്കെ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ പോരെ എന്നുള്ളത് പോലെയാണ് പറയണത്. നിനക്ക് ബുദ്ധി എന്തായാലും കുറവാണ്, കാണുന്ന തേജസ് ബുദ്ധിയിലൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്ര കുറച്ച് ചോദിക്കോ? 3 അടിയല്ല, ഭൂലോകം മുഴുവനും ചോദിച്ചാൽ ഞാൻ തരില്ലേ? ഭൂലോകം മുഴുവനും കൊടുക്കാൻ പറ്റുമോ ബലിക്ക്? അപ്പോൾ ബലി എവിടെ ഭരിക്കും? അങ്ങനെയൊക്കെയാണ് ചോദിക്കണത്. ഇതുകൊണ്ട് എന്താ നിനക്ക് കാര്യം? എനിക്ക് തന്നെ മോശമല്ലേ ഇത്രയും ചെറിയ ഒരു ദാനം മഹാബലി കൊടുത്തത്? 3 അടി മണ്ണ് മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ പലതും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് നോക്കിയെങ്കിലും കുട്ടി കൂടുതലൊന്നും ചോദിച്ചില്ല. അതാണ് ഈ ശ്ലോകം. എന്തായാലും മഹാബലിയുടെ ആ വാക്കിലൂടെ പുറത്തു വന്ന അഹങ്കാരം കൊണ്ടാണ് മഹാബലിക്ക് ആ ശിക്ഷകൾ കിട്ടിയത്. ആത്യന്തികമായി അത് മഹാബലിയുടെ ശ്രേയസ്സിന് വേണ്ടി മാത്രമായിരുന്നു. ശ്ലോകം നോക്കാം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാദ്ദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമ ക്ഷേപവാദാൻ ബന്ധം ചാസൗ അഗമത് അതദർഹോപി ഗാഠോപശാന്ത്യൈ. അർത്ഥം, വിശ്വേശം മാം, ആ വാക്കിൽ തന്നെയുണ്ട് അഹങ്കാരം. സകല ലോകങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള എന്നോട്, ത്വം ബാലിശ, അങ്ങ് തീരെ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയുടെ പോലെ, ഇഹ ത്രിപദം യാചസേ കിം, ഇവിടെ വന്നിട്ട്, ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നിട്ട് 3 അടി മണ്ണ് മാത്രം ചോദിക്കുന്നു. അയ്യോ മോശം തന്നെ. കിം, എന്തിനാണ് ഇത്ര കുറച്ച് ചോദിക്കുന്നത്? അമുന കിം, ഇതുകൊണ്ട് എന്തൊരു ഗുണമാണ് ഇപ്പോൾ കിട്ടാൻ പോണത്? ഇനി അങ്ങോട്ട് വലുതായിട്ട് ബാക്കി ജീവിതമൊക്കെ നയിക്കണമെങ്കിൽ കുറച്ചും കൂടി സ്ഥലമൊക്കെ ചോദിച്ചുകൂടെ? ഇതി, ഇപ്രകാരം, സ, ആ മഹാബലി, ധൃപ്യൻ, അഹങ്കാരത്തോടുകൂടി അഹങ്കരിക്കുന്നവനായിട്ട്, ത്വാം, ഭഗവാനെ ആരോടാ ചോദിക്കണേ? അങ്ങയോടാണ് ചോദിക്കുന്നത്. ആലപത്ത്, പറഞ്ഞു. അസൗ, അതദർഹ അഭി, അതിന് പകരം ഈ മഹാബലി വാസ്തവത്തിൽ അർഹിക്കാത്തതാണെങ്കിലും, യസ്മാത് ദർപ്പാത്, ആ അഹങ്കാരം മൂലം, ത്രിപദ പരിപൂർത്തി അക്ഷമ, ആ 3 അടി മുഴുവൻ അളന്നു കൊടുക്കാൻ, അക്ഷമ എന്ന് പറഞ്ഞാൽ സാധിച്ചില്ല, പൂർത്തി അക്ഷമ, സാധിക്കാത്തവനായിട്ട്, ക്ഷേപവാദാൻ, അധിക്ഷേപവാക്യങ്ങളെ കേൾക്കേണ്ടി വന്നു.
ഗാഢോപശാന്തി, ഏറ്റവും നന്നായിട്ട് പരിശുദ്ധി ഉണ്ടാവാനായിട്ട്, മനഃശാന്തി നൽകാൻ വേണ്ടിയിട്ട്, ബന്ധം ച, ബന്ധനത്തെയും കൂടി അഗമത്, ഭഗവാനെ അങ്ങ് നൽകിയല്ലോ ആ ബലിക്ക്. ഭട്ടതിരിപ്പാട് പറയുന്നു, വാസ്തവത്തിൽ ബലി മഹാരാജാവ് അധിക്ഷേപത്തിന് അർഹനല്ല, മഹാത്മാവാണ് അദ്ദേഹം. എങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രേയസ്സിനായിട്ട് ആ പ്രഹ്ലാദ പൗത്രൻ എന്ന ആ നില എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവശേഷിക്കുന്ന അല്പം അഹന്ത കൂടി മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കുറച്ച് അധിക്ഷേപ വാക്കുകൾ പറഞ്ഞതും വരുണപാശം കൊണ്ട് ബന്ധിച്ചതും. അത് അദ്ദേഹത്തിൻ്റെ ശ്രേയസ്സിനായിട്ട് മാത്രമാണ്. അതാണ് ഗാഢ ഉപശാന്തി എന്ന് പറയുന്നത്. ഉറപ്പുള്ള ഒരു അവസ്ഥ, ശാന്തമായിട്ടുള്ള അവസ്ഥ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദർപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ് മഹാബലിക്ക് വാഗ്ദാനം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതും. അപ്പോൾ നമുക്കിനി അർത്ഥം പറഞ്ഞു. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ, സകല ലോകത്തിൻ്റെയും അധിപനായിട്ടുള്ള എന്നോട് ത്രിപദമോ, 3 അടിയാണോ ചോദിക്കുന്നത്? ഇഹ കിം, ഇതുകൊണ്ട് എന്താണ് കാര്യം? ബാലിശസ്ത്വം, നീ തീരെ ബുദ്ധിയില്ലാത്തവൻ തന്നെയാണ്. സർവാം ഭൂമിം വൃണു, ഈ ഭൂമിയെ മുഴുവൻ അങ്ങോട്ട് ചോദിച്ചുകൂടെ? കിം അമുന, ഇത്രയും കുറച്ച് കാര്യം കൊണ്ട് എന്താണ് നടക്കാൻ പോണത്? എന്താ പ്രയോജനം? ഇതി ആലപത്വാം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. സ ദൃപ്യൻ, കാരണം അദ്ദേഹം ആ മഹാബലിക്ക് അഹന്ത വന്നുകൂടി. യസ്മാത് ദർപ്പാത്, ആ ഒരു അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ത്രിപദ പരിപൂർത്തി അക്ഷമ, 3 അടി മുഴുവനാക്കാൻ അക്ഷമ, സാധിക്കാതെ വന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു. ക്ഷേപവാദാൻ, അധിക്ഷേപ വാക്കുകളെ കേൾക്കേണ്ടി വന്നു. ബന്ധം ച, വരുണപാശം കൊണ്ടുള്ള ബന്ധനവും അനുഭവിക്കേണ്ടി വന്നു. അസൗ അഗമത്, അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചു. അതദ അർഹോബി, അതദ് അർഹോബി എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തവനാണ്, ഈ ശിക്ഷയൊന്നും അർഹിക്കുന്ന ആളല്ല ബലി. എങ്കിലും ഗാഢോപശാന്തി, ഭഗവാൻ കൊടുത്തത് ബലിയുടെ നന്മയ്ക്കാണ്, ശാന്തി ഉണ്ടാകാനാണ്, അദ്ദേഹത്തിന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ദാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി നൽകുക. അതിനപ്പുറം നമ്മൾ ചിന്തിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് വേണമെങ്കിലും തരാം എന്ന് ബലി പറഞ്ഞു, അത് ശരി ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിശ്വേശ്വരനാണ്, നീ ബുദ്ധി കുറഞ്ഞവനാണ്, ഇത് കിട്ടിയിട്ട് എന്താ ഇപ്പോൾ ചെയ്യാൻ പോണത്, അങ്ങനെയൊക്കെ ചോദിച്ചതാണ് ശരിയാവാതിരുന്നത്. ആ അഹങ്കാരം കൊണ്ടാണ് കൊടുക്കണമെന്ന് വിചാരിച്ചത് പോലും കൊടുക്കാൻ സാധിച്ചില്ല. അധിക്ഷേപവും കേട്ടു, ബന്ധനവും ഉണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ഭഗവാൻ അധിക്ഷേപം പറഞ്ഞത്? നരകം കിട്ടും, വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ, അങ്ങനെയൊക്കെ ചോദിച്ചു. അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, ബലി അതൊന്നും അർഹിക്കുന്നില്ല. എന്നാലും എന്തെങ്കിലും കളങ്കം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും പോട്ടെ, ഏറ്റവും നല്ല ആളായി വരട്ടെ. അമ്മയും അച്ഛനും അതുപോലെ അധ്യാപകരുമൊക്കെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ മക്കളെയൊക്കെ വഴക്ക് പറയും, ശകാരിക്കും, അടിക്കുകയൊക്കെ ചെയ്യുന്നത് പണ്ടത്തെ കാലത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ നേരെയാവാൻ, അവരിൽ ഒരു കുറവും ഇല്ലാതെ ഉത്തമന്മാരായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഗജേന്ദ്രന് വിഷമങ്ങൾ വന്നപ്പോൾ ശാന്തിയർത്ഥം ഹി ശ്രാന്തി ദോസി സ്വകാനം എന്ന് ഭട്ടതിരി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വകാനം, അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെ ഏറ്റവും നല്ലവരാക്കണം, അതാണ് ഭഗവാന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട്, ആ ശാന്തി നൽകാൻ വേണ്ടിയിട്ടാണ് ക്ഷീണവും വിഷമവും ക്ലേശങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും ബലിയുടെ കാര്യത്തിലും ഭഗവാൻ ചെയ്തിട്ടുള്ളത്. ശ്ലോകം ഒന്നും കൂടി നോക്കാം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിം അമുനേദ്യാലപത്വാം സദൃപ്യൻ യസ്മാത് ദർപ്പാത്